ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമന്നാരായണീയം ദശകം 27 പാലാഴി മഥനവും കൂർമാവതാരവും. ദുർവാസസുരവനിതാപ്തദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയ നാഗേന്ദ്രപ്രതിമൃദിതേ ശശാപചക്രം കാക്ഷാന്തിസ്തുതിതര ദേവതാം ശജാനം. ശാപേന പ്രഥിത ജരേഥ നിർജരേന്ദ്രേ ദേവേഷ്വപ്യസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യാഃ കമലജമേത്യ സർവദേവാ നിർവാണപ്രഭവ സമം ഭവന്തമാപുഃ. ബ്രഹ്മാദ്യൈ സ്തുതമഹിമാ ചിരം തദാനീം പ്രാദുഷ്യൻവരദ പുരഃ പരേണ ധാംനാ. ഹേ ദേവാദിതി ച കുലൈർവിധായ സന്ധിം പീയൂഷം പരിമഥതേതി പര്യശസ്ത്വം. സന്ധാനം കൃതവതി ദാനവൈസുരൗഖേ മന്ഥാനം നയതി മദേന മന്ദരാദ്രിം. ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയഃ പയോധൗ. ആഥായ ദ്രുതമഥ വാസുകിം വരത്രാം പാഥോഥൗ വിനിഹിത സർവബീജജാലേ. പ്രാരബ്ധേ മഥനവിധൗ സുരാസുരൈസ്തൈർവ്യാജാത്വം ഭുജഗമുഖേ കരോസുരാരീൻ. ക്ഷുബ്ധാദ്രൗ ക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ധൗ ഗുരുതരഭാരതോ നിമഗ്നേ. ദേവേഷു വ്യഥിതതമേഷു തത്പ്രിയൈഷീ പ്രാണൈഷീ കമഠതനും കഠോരപൃഷ്ഠാം. വജ്രാദിസ്ഥിരതരകർപ്പരേണ വിഷ്ണോ വിസ്താരാത് പരിഗതലക്ഷയോജനേന. അംബോധേ കുഹരഗതേന വഷ്മണാത്വം. നിർമഗ്നം ക്ഷിതിധരനാഥമുന്നിനേഥ ഉന്മഗ്നേ ചടിതി തദാധരാധരേന്ദ്രേ. നിർമേധുർദൃഢമിഹ സമ്മതേന സർവേ ആവിശ്യദ്വിതയ ഗണേപി സർപ്പരാജ്യേ. വൈവശ്യം പരിശമയന്ന വിവൃതസ്താൻ. ഉദ്ഗാമഭ്രമണജവോന്നമദ്ഗിരീന്ദ്രന്യസ്തൈകസ്ഥിരതര ഹസ്തപങ്കജം ത്വാം. അഭ്രാന്തേ വിധിഗിരിശാദയഃ പ്രമോദാദുദ്ഭ്രാന്താ. മുനുരുപാത്തപുഷ്പവർഷാഃ ദൈത്യൗഖേ ഭുജഗമുഖാനിലേന തപ്തേ. തേനൈവ ത്രിദശകുലേപി കിഞ്ചിദാർത്തേ. കാരുണ്യാത്തവ കില ദേവവാരിവാഹാഃ പ്രാവർഷന്നമരഗണാൻ ന ദൈത്യസംഘാൻ. ഉദ്ഭ്രാമ്യത് ബഹുതിമിനക്രചക്രവാളേ തത്രാബ്ധൗ ചിരമഥിതേഭി നിർവികാരേ. ഏകസ്ത്വം കരയുഗകൃഷ്ടസർപ്പരാജ്യ സംരാജൻ പവനപുരേശ പാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീകൃഷ്ണായ നമഃ. അമ്മേ ശരണം. ദശകം 27. പാലാഴിമഥനവും കൂർമാവതാരവും. പാലാഴിമഥനത്തിന് കാരണമായിട്ടുള്ള ദുർവാസാവിൻ്റെ ശാപം ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു. ദുർവാസാസുരവനിതാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയ നാഗേന്ദ്രപ്രതിമൃതിദേശശാപശക്രം കാക്ഷാന്തിസ്ത്വതിതരദേവതാംശജാനാം. ശ്രീപരമേശ്വരൻ്റെ അംശാവതാരമാണ് ദുർവാസാവ് മഹർഷി. അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു വിദ്യാധര സ്ത്രീ ഒരു കൽപ്പകപ്പൂമാല കൊടുത്തു. ആ മാല ചൂടുന്ന ആള് ത്രൈലോക്യ വന്ദിതനായി ഭവിക്കും എന്നൊരു ദിവ്യമാഹാത്മ്യം അതിന് ഉണ്ടെന്നറിഞ്ഞപ്പോൾ മഹർഷി ആ മാല ഇന്ദ്രന് കൊടുത്തു. ഇന്ദ്രൻ അത് ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വെച്ചു. സൗരഭ്യം കൊണ്ട് ആകൃഷ്ടങ്ങളായിട്ടുള്ള വണ്ടുകളുടെ ശല്യനിമിത്തം ഐരാവതം തുമ്പിക്കൈ കൊണ്ടെടുത്ത് അതിനെ ചവിട്ടി തേച്ചു. ഇത് കണ്ട് ക്ഷമ നശിച്ച ദുർവാസാവ് നിങ്ങൾക്ക് ജരാനര ബാധിക്കട്ടെ, ഐശ്വര്യം നശിക്കട്ടെ എന്ന് ദേവന്മാരെ ശപിച്ചു. തീരെ ക്ഷമ കൂടാതെ ഇങ്ങനെ ശപിച്ചത് ദുർവാസാവ് ശ്രീപരമേശ്വരൻ്റെ അംശാവതാരമായതുകൊണ്ടാണെന്നാണ് കവി പറയണത്. ദുർവാസാവ് ഇന്ദ്രനെ ശപിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്താണെന്നോ ശാപം എന്താണെന്നോ ഭാഗവതത്തിൽ കാണുന്നില്ല. ഇന്ദ്രനടക്കം 3 ലോകവും അധപതിക്കാൻ കാരണം ദുർവാസാവിൻ്റെ ശാപമാണെന്ന് മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. അവര് ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിനെ പറ്റിയാണ് 2ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഈ ശാപം കാരണം ജരാനരയൊക്കെ ബാധിച്ച് അസുരന്മാരോട് തോറ്റ ഈ ദേവന്മാര് മഹാദേവനും ബ്രഹ്മാവും കൂടി ഒരുമിച്ച് ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാദി ദേവന്മാര് ഭഗവാന്റെ മാഹാത്മ്യത്തെ പറ്റി വളരെ നേരം സ്തുതിച്ചപ്പോൾ സന്തോഷിച്ച ഭഗവാൻ വളരെ തേജസ്സോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദേവന്മാരെ നിങ്ങൾ അസുരന്മാരുമായി സന്ധി ചെയ്ത് അമൃത് കടഞ്ഞെടുക്കണം എന്നുപദേശിച്ചു. സന്ധാനം കൃതവതി ദാനവൈ സുരൗഖേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയോധൗ. ദേവന്മാര് അസുരന്മാരുമായി സന്ധി ചെയ്തതിനു ശേഷം കടകോലായി നിശ്ചയിച്ചിട്ടുള്ള മന്ദരപർവ്വതത്തെ അഹങ്കാരത്തോടുകൂടെ എടുത്തുകൊണ്ടു പോവായിരുന്നു. അത് താഴേക്ക് വീണുപോയി. ഭഗവാൻ വേഗം തന്നെ വന്ന് ഒരു ലന്തപ്പഴത്തെ എന്ന പോലെ അനായാസമായിട്ട് ആ മന്ദരപർവ്വതത്തെ ഗരുഡന്റെ പുറത്ത് വെച്ച് പാലാഴിയിൽ കൊണ്ടുപോയിട്ടിട്ടു. ദേവാസുരന്മാര് നാഗരാജാവായിട്ടുള്ള വാസുകിയെ കൊണ്ടുവന്ന് മന്ദിരത്തിന്മേൽ ചുറ്റി സമുദ്രത്തിലെ എല്ലാ ഔഷധികളും ഇട്ട് മഥനത്തിനൊരുങ്ങി. മഹാവിഷ്ണുവും ദേവന്മാരും കൂടെ വാസുകിയുടെ തല ചെന്ന് പിടിച്ചു. അപ്പോൾ അസുരന്മാര് ഞങ്ങൾ വാല് പിടിക്കില്ലെന്ന് പറഞ്ഞ് മടിച്ചു നിന്നു. ഉടനെ ഭഗവാൻ വാലിന്റെ ഭാഗത്തേക്ക് മാറി. അപ്പോൾ അസുരന്മാര് തല പിടിച്ചു. അങ്ങനെ 2 കൂട്ടരും ചേർന്ന് പാലാഴി കടയാൻ തുടങ്ങി. ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാൻ ഒരു കപടം കാണിച്ച കാര്യം പറയുന്നുണ്ട്. അത് ഭഗവാൻ ആദ്യം ചെന്ന് തല പിടിച്ചതാണ് കപടമെന്നാണെന്ന് പറയുന്നത്. മഥനം തുടങ്ങിയാൽ വാസുകിയുടെ മുഖത്തു നിന്നും വിഷക്കാറ്റ് പുറപ്പെടുമെന്ന് ഭഗവാൻ അറിയാം. താൻ ആദ്യം തലപിടിച്ചാൽ അസുരന്മാര് വാല് പിടിക്കില്ലെന്ന് ശഠിക്കുമെന്നും ഭഗവാൻ അറിയാം. വാസുകിയുടെ വിഷക്കാറ്റ് വീശുന്ന മുഖത്തിനടുക്കല് അസുരന്മാരെ നിർത്തണമെന്ന് കരുതിയിട്ടാണ് ഭഗവാൻ ആദ്യം പോയിട്ട് തലപിടിച്ചത്. സമുദ്രത്തിന്റെ ഉൾഭാഗം ആകെ കലങ്ങി മറിഞ്ഞു. കടകോലായിട്ടുള്ള മന്ദരപർവ്വതം അഭാരം കാരണം ആ വെള്ളത്തിലേക്ക് താണു പോകാൻ തുടങ്ങി. ദേവന്മാര് സങ്കടപ്പെട്ട സമയത്ത് ഭഗവാൻ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് കടുപ്പമുള്ള പൃഷ്ഠഭാഗത്തോടു കൂടിയിട്ടുള്ള കൂർമ്മത്തിന്റെ ശരീരം സ്വീകരിച്ചു. ആ വജ്രത്തേക്കാൾ കടുപ്പം കൂടിയിട്ടുള്ള പുറംചട്ടയുള്ളതും 1,00,000 യോജന വിസ്താരമുള്ളതും സമുദ്രത്തിന്റെ അടിയിലെത്തിയതുമായിട്ടുള്ള ശരീരം കൊണ്ട് താണുപോയിട്ടുള്ള മന്ദരപർവ്വതത്തെ ഭഗവാൻ മേൽപോട്ടേക്ക് പൊക്കി. അപ്പോൾ ആ മന്ദരപർവ്വതം പെട്ടെന്ന് പൊങ്ങി വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സന്തോഷം കൊണ്ട് വളരെ ശക്തിയോടുകൂടെ ആ പാലാഴി കടയാൻ തുടങ്ങി. ഭഗവാൻ 2 സംഘത്തിലും ദേവന്മാരിലും അസുരന്മാരിലും വാസുകിയിലും പ്രവേശിച്ച് ക്ഷീണം തീർത്തിട്ട് അവർക്ക് ശക്തിയും ഉത്സാഹവും വർദ്ധിപ്പിച്ചു. ഈ മന്ദരപർവ്വതം കൂടുതൽ പൊങ്ങിയപ്പോൾ ഭഗവാൻ ഒരു കയ്യ് അതിൻ്റെ മേലെ അമർത്തി വെച്ച് അതിനെ പാകത്തിൽ നിർത്തി എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ശക്തിയോടുകൂടിയിട്ടുള്ള തിരച്ചിലിന്റെ വേഗനിമിത്തം പൊങ്ങി വരുന്ന മന്ദരപർവ്വതത്തിന്മേല് ഒരു തൃക്കൈ വെച്ച് പർവ്വതം അധികം പൊങ്ങിപ്പോകാതെ തടുത്തു നിർത്തി
നിൽക്കണ ആ ഭഗവാനെ ആകാശപ്രദേശത്ത് ബ്രഹ്മാവ് ശിവൻ മുതലായിട്ടുള്ള ദേവന്മാര് കണ്ടിട്ട് അവര് പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് സ്തുതിച്ചു. ഭഗവാൻ അടിയിലെ കൂർമ്മമായിട്ട് താങ്ങിയും മുകളിലെ കൈവച്ചമർത്തിയും രണ്ട് ഭാഗത്തും ദേവന്മാരോടും അസുരന്മാരോടും ചേർന്നും വാസുകിയിൽ പ്രവേശിച്ചും ശക്തിയോടുകൂടെ മഥനം തുടങ്ങിയപ്പോൾ വാസുകിയുടെ മുഖത്തിൽ നിന്നും വിഷക്കാറ്റ് വീശാൻ തുടങ്ങി. വാസുകിയുടെ തലക്കിലുള്ള അസുരന്മാര് വളരെയധികം എരിപിരി കൊണ്ടു. വാലിന്റെ ഭാഗത്തുള്ള ദേവന്മാർക്കും ആ വിഷക്കാറ്റ് കുറച്ച് വിഷമുണ്ടാക്കി. എന്നാൽ ദേവന്മാരുടെ ഭാഗത്ത് നല്ല മഴ കിട്ടി. അസുരന്മാരുടെ ഭാഗത്ത് ആ മഴയുണ്ടായില്ല. അതിന് കാരണം ഭഗവാന്റെ ദേവപക്ഷപാതമാണെന്നാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത്. വളരെ തിമിംഗലങ്ങളും മുതലകളും പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമുദ്രത്തിന് വളരെ നേരം മതിച്ചിട്ടും മാറ്റമൊന്നും വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒറ്റയ്ക്ക് രണ്ട് കൈകൊണ്ടും വാസുകിയെ വലിച്ച് കടഞ്ഞുകൊണ്ട് ശോഭിക്കുന്ന ഹേ ഭഗവാനെ, അവിടുന്ന് എന്നെ രോഗത്തിൽ നിന്നും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ഈ ദശകം അവസാനിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.